ഇന്ത്യയിലെ 15 സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ഇന്ത്യൻ സൈന്യത്തെ ഏറ്റവും അധികം സഹായിച്ചത് റഷ്യ നൽകിയ S-400 ട്രയംഫ് ആണ്. പാകിസ്ഥാൻ സൂപ്പർ ലീഗ് മത്സരത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് റാവൽപിണ്ടി സ്റ്റേഡിയത്തിലേക്ക് ഇന്ത്യ അയച്ച ഡ്രോൺ ഇടിച്ചതും പാകിസ്ഥാനെ ഞെട്ടിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ കരുത്തായ S-400 മിസൈൽ ഇപ്പോൾ പാക് സൈന്യത്തിന്റെ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയിലെ 15 സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ഇന്ത്യൻ സൈന്യത്തെ ഏറ്റവും അധികം സഹായിച്ചത് റഷ്യ നൽകിയ S-400 ട്രയംഫ് ആണ്. ഒറ്റ പാക് മിസൈലുകൾക്കും ഡ്രോണുകൾക്കും ലക്ഷ്യം കാണാൻ കഴിയാതിരുന്നത് പാക് സൈന്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ഈ കടന്നാക്രമണ ശ്രമത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ പാക് പ്രതിരോധ സംവിധാനങ്ങൾ ചീട്ടുകൊട്ടാരം പോലെയാണ് തകർന്നു വീണത്. ലാഹോർ, റാവൽപിണ്ടി, ഗുജറൻവാല, ചക്വാൽ, അറ്റോക്, ബഹവൽപൂർ, മിയാൻവാലി, ചോർ, കറാച്ചി തുടങ്ങി പാകിസ്ഥാന്റെ നിരവധി തന്ത്രപ്രധാനമായ നഗരങ്ങളിൽ ഉൾപ്പെടെ ഇന്ത്യ കനത്ത ഡ്രോൺ ആക്രമണം നടത്തുകയുണ്ടായി. ലോക രാജ്യങ്ങളെ പോലും ഞെട്ടിച്ച നീക്കമായിരുന്നു ഇത്. ഈ ആക്രമണത്തിൽ നിരവധി പാക് വ്യോമസേന ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ ഈ തിരിച്ചടികൾക്ക് മണിക്കൂറുകൾക്ക് മുൻപ് റാവൽപിണ്ടി സ്റ്റേഡിയത്തിലേക്ക് ഇന്ത്യ അയച്ച ഡ്രോൺ ഇടിച്ചതും പാകിസ്ഥാനെ ഞെട്ടിച്ചിട്ടുണ്ട്. വൻ പ്രഹരമാണ് പാകിസ്ഥാന് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. പാക് യുദ്ധവിമാനവും S-400 മിസൈൽ തകർത്തതായ റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ കരുത്തായ S-400 മിസൈൽ ഇപ്പോൾ പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ പേടി സ്വപ്നമായി. ലോകത്തെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമായ റഷ്യയുടെ S-400 മിസൈൽ സ്വന്തമാക്കിയ രാജ്യമാണ് ഇന്ത്യ. പാക് ചൈനീസ് അതിർത്തികളിൽ S-400 ട്രയംഫ് ഇന്ത്യ വിന്യസിച്ചിട്ടുണ്ട്. 2018 റഷ്യയുമായി കരാർ ഒപ്പിട്ടിട്ട് 21 S-400 ട്രയംഫ് സംവിധാനത്തിന്റെ ആദ്യ യൂണിറ്റ് ഇന്ത്യയിലെത്തിയത്. ഇതിന്റെ പരീക്ഷണവും വൻ വിജയമായിരുന്നു. പാകിസ്ഥാനിൽ നിന്നോ ചൈനയിൽ നിന്നോ വ്യോമമാർഗമുള്ള ഏത് നീക്കത്തെയും പ്രതിരോധിച്ച് ആകാശക്കോട്ട കെട്ടാൻ S-400 മിസൈലിന് സാധിക്കും. ലോകത്തെ ഏറ്റവും മികച്ച യുദ്ധവിമാനം എന്ന പേരുള്ള അമേരിക്കയുടെ F-35 വരെ തകർക്കാൻ റഷ്യയുടെ ഈ കണ്ടുപിടുത്തത്തിന് പറ്റും. നിരവധി മിസൈൽ സ്ക്വാഡ്രണുകൾ ഇതിനകം തന്നെ ഇന്ത്യ പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട്. ലഡാക്ക്, സിലിഗുഡി ഇടനാഴി കേന്ദ്രീകരിച്ചും പഞ്ചാബിലുമാണ് ഇവ വിന്യസിച്ചിട്ടുള്ളത്. പരമാവധി 400 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ശത്രു വിമാനങ്ങളെയോ മിസൈലുകളെയോ ആളില്ല വിമാനങ്ങളെയോ ഉൾപ്പെടെ S-400 മിസൈൽ ഉപയോഗിച്ച് തകർക്കാനാകും. ഇന്ത്യയുടെ മിസൈൽ രംഗത്തെയും പ്രതിരോധ ശേഷിയിലെയും ഈ പുരോഗതി പാകിസ്ഥാന്റെ ആണവ പ്രതിരോധത്തെ തന്നെ ദുർബലപ്പെടുത്തുന്നതാണ്. 2024 ജൂലൈ 24 ഇന്ത്യ തങ്ങളുടെ BMD സിസ്റ്റത്തിന്റെ രണ്ടാം ഘട്ടത്തിന്റെ വിജയകരമായ പരീക്ഷണം നടത്തിയത്. 50,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ സംവിധാനത്തിന് എതിരാളിയുടെ ബാലിസ്റ്റിക് മിസൈലിനെ നിഷ്പ്രയാസം തകർക്കാൻ കഴിയുമെന്ന് ഈ പരീക്ഷണത്തിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. 2 ഘട്ടങ്ങളുള്ള BMD സിസ്റ്റം വർഷങ്ങളായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2019 ഇന്ത്യ പാക് ഏറ്റുമുട്ടലിന് ശേഷമാണ് റഷ്യൻ S-400 സിസ്റ്റം ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇന്ത്യ ഇതിനകം തന്നെ 5 യൂണിറ്റുകൾ പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട്. ഒരു സൈനിക അഭ്യാസത്തിൽ 80% യുദ്ധവിമാനങ്ങളും തകർത്തായിരുന്നു S-400 ട്രയംഫ് അതിന്റെ കരുത്ത് പ്രകടമാക്കിയിരുന്നത് എന്നാണ് ഇന്ത്യൻ വാർത്താ ഏജൻസി മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇന്ത്യ വികസിപ്പിച്ച സങ്കീർണമായ ദീർഘദൂര റഡാറുകൾ ഉപയോഗിച്ച് പാകിസ്ഥാൻ പ്രദേശത്തിനുള്ളിലെ 600 കിലോമീറ്ററിനുള്ളിലെ ഏത് വസ്തുക്കളെയും കണ്ടെത്താൻ S-400 മിസൈലിന് കഴിയുമെന്നാണ് പാക് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിന്റെ എല്ലാം തെളിവാണ് നിലവിലെ സംഭവ വികാസം എന്ന് തന്നെ നമുക്ക് പറയാം. നേരത്തെ നടത്തിയ ഇന്ത്യൻ വ്യോമസേന അഭ്യാസത്തിൽ സുദർശൻ S-400 എന്ന ഇന്ത്യയുടെ കരുത്ത് ഒരു സിമുലേറ്റഡ് ശത്രു വിമാന പാക്കേജിന്റെ 80% വെടിവെച്ച് വീഴ്ത്തി അതിന്റെ കഴിവ് പ്രകടിപ്പിച്ചിരുന്നു. ഇന്ത്യ അതിർത്തികളിൽ S-400 വിന്യസിച്ചുവെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പാകിസ്ഥാൻ അവരുടെ F-16 കപ്പലുകളെ വിദൂര താവളത്തിലേക്ക് ഒളിപ്പിച്ചിരുന്നു. S-400 സുദർശൻ ചക്രത്തിന്റെ വിജയകരമായ വിന്യാസം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ കവചത്തെ ഗണ്യമായി ശക്തിപ്പെടുത്തി വിശ്വസനീയമായ പ്രതിരോധം നൽകുന്നുണ്ട്. പാകിസ്ഥാന്റെ മുട്ടുവിറക്കാൻ ഇതിൽ കൂടുതൽ ഒന്നും തന്നെ വേണ്ട. പാകിസ്ഥാന്റെ ഹദഫ്, ഗൗരി, ഷഹീൻ മിസൈലുകളെ വളരെ പെട്ടെന്ന് പ്രതിരോധിക്കാൻ ഇതുവഴി ഇന്ത്യക്ക് കഴിയും. ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ ആണവ പോർമുല ഘടിപ്പിച്ച് ആക്രമണം നടത്തിയാൽ പോലും അത് പാക് മണ്ണിൽ വച്ച് തന്നെ പൊട്ടിച്ചു കളയാൻ S-400 സിസ്റ്റത്തിന് കഴിയും. എത്രയൊക്കെ പ്രത്യാഘാതങ്ങൾ ഒരുക്കിയാലും ഈ ഭീഷണികളിൽ നിന്നൊന്നും ഓടി ഒളിക്കാൻ പാകിസ്ഥാന് സാധിക്കില്ല.
ഇനി പ്രതിരോധത്തിനായി ആണവശേഷി തന്നെ കളത്തിലിറക്കാൻ പാകിസ്ഥാൻ മുതിർന്നാൽ പോലും അത് അതിർത്തി കടക്കാതെ വെടിവെച്ചിടാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന് വ്യക്തമാണ്.